ഗുഡ് മോർണിംഗ്. രജിത ബാലു ആണേ. തട്ടുന്തവിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു വീഡിയോ ആണ് ഞാൻ പോസ്റ്റ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. ഈ കാണുന്നത് ഞങ്ങളുടെ കുഞ്ഞാപ്പുവാണ്. എൻ്റെ ചേച്ചിയുടെ മകള് നവമി, മാളു എന്ന് വിളിക്കും ഞങ്ങൾ. മാളുവിൻ്റെ കുഞ്ഞാണ്. കുഞ്ഞാപ്പു എന്ന് ഞങ്ങൾ ഇവനെ സ്നേഹത്തോടെ വിളിക്കണു. ഇവന് പേരിട്ടിരിക്കുന്നത് റിധവ് അനീഷ് എന്നാണ്. അപ്പോൾ റിധവിൻ്റെ നെയ്മിങ് സെറിമണിയുടെ ചെറിയൊരു പോർഷൻ ഞാൻ ഷോർട്സ് ആയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം നമ്മളേ ഇന്ന് വീഡിയോ സ്പെഷ്യലാണെന്ന് പറഞ്ഞുല്ലോ. അത് മോൻ്റെ അടുത്ത് ഇപ്പം അറിയാലോ, കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ നമുക്ക് എത്രത്തോളം മെൻ്റൽ റിലാക്സേഷൻ കിട്ടും എന്നുള്ളത്. കുഞ്ഞുങ്ങളുടെ അടുത്തിരിക്കുമ്പോൾ നമ്മൾ കുറച്ച് സമയം നമ്മുടെ ടെൻഷൻസും ഒക്കെ മറന്നു പോകും അല്ലേ. അപ്പോഴേ ചേച്ചിയുടെ വീട് അടുത്തായതുകൊണ്ട് ഞാൻ ഓടിയെത്താറുണ്ട് കേട്ടോ. അവിടെ ആഴ്ചയിൽ 3 പ്രാവശ്യമെങ്കിലും ഞാൻ അവിടെ ചെല്ലാറുണ്ട്. ഒരുപാട് നേരം മോൻ്റെ അടുത്ത് സ്പെൻഡ് ചെയ്യാറുണ്ട്. അപ്പോൾ മോൻ്റെ അടുത്ത് പോകുമ്പോഴേ മകള്, അതായത് മാളു, എനിക്കൊരുപാട് സാധനങ്ങൾ മോൻ്റെ കാണിച്ചു തരാറുണ്ട്. ഗിഫ്റ്റുകൾ കിട്ടിയിട്ടുള്ളതും അതുപോലെ മോനുള്ള മറ്റ് പ്രോപ്പർട്ടികളും ഒക്കെ കാണിച്ചു തരാറുണ്ട്. ടോയ്സ് ആയാലും എല്ലാം കാണിച്ചു തരൂ കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചേ, എനിക്കിതിലൊക്കെ ഇങ്ങനെ ഭയങ്കര കൗതുകം തോന്നിയപ്പോൾ അതൊരു വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അതുകൊണ്ട് മോൻ്റെ പ്രോപ്പർട്ടീസ്, അതായത് അവൻ ഉപയോഗിക്കണ ടോയ്സ് ആയിക്കോട്ടെ, ഇതുപോലെ കിടക്കണം മാറ്റോ, അങ്ങനെ അവന് വേണ്ടിയിട്ട് യൂസ് ചെയ്യണ അങ്ങനത്തെ കുറച്ച് പ്രോപ്പർട്ടികളാണ് ഞാൻ ഇന്നിവിടെ വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ഒന്നാമത്തെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഈ കാണുന്ന വാട്ടർ പ്ലേ മാറ്റാണ് കേട്ടോ. വാട്ടർ പ്ലേ മാറ്റിൻ്റെ 2 പോർഷനായിട്ടാണ് തിരിച്ചിട്ടുള്ളത്. ഇതിൻ്റെ ഈ സെൻറ്റർ പോർഷൻ കണ്ട, ഇന്നർ പോർഷൻ, ആ ഒരു ദീർഘചതുരാകൃതിയിൽ വന്നിട്ടുള്ള ആ ഒരു പോർഷനിൽ നമ്മൾ വാട്ടറാണ് നിറയ്ക്കണേ. അതുപോലെ ഔട്ടർ പോർഷൻ ഒരു ട്യൂബ് പോലെയാണ് ചുറ്റും വന്നിട്ടുള്ളത്, ഒരു ബൗണ്ടറി പോലെ വന്നിട്ടുള്ളത് ട്യൂബാണ്. ആ ട്യൂബിൽ നമ്മൾ നിറയ്ക്കണത് എയറാണ് കേട്ടോ. ഇതിൻ്റെ ബാക്ക് സൈഡാണ് ഞാൻ ഈ കാണിച്ചു തരുന്നത്. അതിൽ ഇന്നർ പോർഷനിൽ 2 ഹോളുണ്ട്. വേണമെങ്കിൽ നമുക്ക് വാട്ടറിന് പകരം എയർ ആയാലും നിറയ്ക്കാം. അതുകൊണ്ടാണ് 2 ഹോൾ വന്നിട്ടുള്ളത്. ഒന്ന് വെള്ളം നിറയ്ക്കാൻ, ഒന്ന് എയർ നിറയ്ക്കാൻ. അതുപോലെ ഈ ഔട്ടർ ട്യൂബിൽ കണ്ടില്ലേ ഒരു ഹോള്, അത് നമുക്ക് എയർ നിറയ്ക്കാനായിട്ട് ഉള്ളതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ കുട്ടികൾ ഇതിൽ കളിക്കുമ്പോൾ ആ ഇന്നർ പോർഷനിൽ കുറച്ച് ടോയ്സും കൂടി ഉണ്ട്. കുട്ടികൾ ഇതിലിങ്ങനെ തട്ടുമ്പോൾ ആ വെള്ളം അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങും. അതിനനുസരിച്ച് അതിലെ ടോയ്സ് നീങ്ങുമ്പോൾ കുട്ടികളുടെ കണ്ണുകളും അത് നോക്കും. കുട്ടികൾ അത് എത്തിപ്പിടിക്കാനായിട്ട് ശ്രമിക്കും. അപ്പോൾ കുട്ടികളുടെ കണ്ണുകളും കൈകളും തമ്മിലുള്ള കോർഡിനേഷൻ കറക്റ്റ് ആവും. അത് ഒരു ബെനിഫിറ്റാണ്. അതുപോലെ തന്നെ കുട്ടികളുടെ ബാക്ക്, കഴുത്ത്, ഷോൾഡർ, വയറ്, കൈകൾ, അങ്ങനെ ഉള്ള സ്ഥലങ്ങളിൽ മസിൽസ് സ്ട്രെങ്തൻ ആവാനും ആണ് നമ്മൾ അധികവും ഇത് യൂസ് ചെയ്യണേ. ഇതിന് നമ്മൾ ടമ്മി ടൈം കൊടുക്കാമെന്ന് പറയാം കുട്ടികളെ. അതായത് നമ്മൾ സാധാരണ കമിഴ്ത്തി കെട്ടി, നമ്മൾ സാധാരണ ചെയ്യാറുള്ളത് നമ്മുടെ ദേഹത്തോ നമ്മുടെ മടിയിലോ ഒക്കെ കുട്ടികളെ അല്പനേരം കമിഴ്ത്തി പിടിച്ച് തല അല്പം ഒന്ന് ഉയർത്തി പിടിച്ചിട്ടൊക്കെയാണല്ലോ ടമ്മി ടൈം ചെയ്യാറുള്ളത്. ഇത് നമ്മൾ ഇതിലൂടെ യൂസ് ചെയ്യുമ്പോൾ കുട്ടികൾക്ക് അങ്ങനെ ഒരു കഴിവും കൂടെ. പിന്നെ കളർഫുള്ളായിട്ടുള്ളൊരു മാറ്റാണല്ലോ. അപ്പോൾ ആ ഒരു കണ്ണുകളുടെയും കൂടെ പ്രവർത്തനം നല്ലതാവാനും കൂടെ ഇത് നമുക്ക് ഹെൽപ്ഫുള്ളാണ് കേട്ടോ. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ടമ്മി ടൈം എന്ന് പറയുന്നത് നമുക്ക് കുട്ടികൾ നോർമലി കമിഴ്ന്ന് തുടങ്ങണ അത്രയും കാലം മതിയാവും. ന്യൂ ബോൺ ബേബീസ് തൊട്ട് അങ്ങോട്ട് നമുക്ക് ഈ കമിഴ്ന്ന് കിടക്കുന്ന കാലം വരേക്കും ഇത് യൂസ് ചെയ്യാം കേട്ടോ. വളരെ സെക്കൻഡുകൾ മാത്രമേ ന്യൂ ബോൺ ബേബീസിന് എടുക്കാൻ പാടുള്ളൂ. ന്യൂ ബോൺ ബേബീസിന് മൊത്തം ഒരു ദിവസം നമുക്ക് 1 മിനിറ്റ് എങ്ങാനും മതിയാകും. പല സെക്കൻഡുകളായിട്ട് പലപ്പോഴായിട്ട് എടുക്കുക. ശ്രദ്ധിക്കേണ്ടത് അവർ വളരെ ആക്റ്റീവായിട്ടിരിക്കുമ്പോഴും അതുപോലെ തന്നെ ഉണർന്നിരിക്കുമ്പോഴും മാത്രമേ ടമ്മി ടൈമിങ്ങിനായിട്ട് കുട്ടികൾക്ക് ഇത് ഇട്ടുകൊടുക്കാൻ പാടുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ നമ്മളുടേതായ രീതിയിൽ ചെയ്യുകയാണെങ്കിലും അങ്ങനെയുള്ള സമയത്ത് ആവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ ഇത് എനിക്ക് വളരെ നല്ലതായിട്ട് തോന്നി. അതുപോലെ പ്രത്യേകം പറയാനുള്ളത്, ഗ്യാസിൻ്റെ ഇഷ്യൂസൊക്കെ ന്യൂ ബോൺ ബേബീസിനുണ്ടാവും. അതില്ലാണ്ടാക്കാനും ഇത് വളരെ യൂസ്ഫുള്ളാണ്. രണ്ടാമത്തെ ഐറ്റാണ് നമ്മൾ ഈ കാണുന്ന ജിം പ്ലാൻ മാറ്റ് കേട്ടോ. ജിം പ്ലാൻ മാറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് ഇതുപോലെ തന്നെ നമ്മൾ നേരത്തെ കാണിച്ച ആ ഒരു ടമ്മി ടൈമിന് യൂസ് ചെയ്യുന്ന വാട്ടർ പ്ലേ മാറ്റ് പോലെ ഇത് മറ്റൊരു രീതിയിലുള്ളതാണ് കേട്ടോ. ഇതിൻ്റെ അതായത് കുട്ടികളെ നമ്മൾ കെടുത്തുമ്പോൾ കുട്ടികളുടെ കാല് വരുന്ന സൈഡിൽ ഒരു പിയാനോ പോലെ അതിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. ആ പിയാനോയിൽ കുട്ടികൾ നമ്മൾ ഇതാണ് തല വെക്കേണ്ട വശം. അതുപോലെ ഒരു ആർച്ച് ഷേപ്പിൽ കുട്ടികളെ സെൻറ്ററിലേക്ക് ആയിട്ട് വരാവുന്ന രീതിയിൽ അതിൽ കുറച്ച് ടോയ്സും സെൻറ്ററിലൊരു മിററും ഒക്കെ ഹാങ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ കുട്ടികൾ നമ്മളിങ്ങനെ കെടുത്തുമ്പോൾ കുട്ടികൾ ആ പിയാനോ വന്നിട്ടുള്ള സൈഡ് ഉണ്ടല്ലോ, അവിടെ കുട്ടികൾ ഇങ്ങനെ കളിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും കൈകാലിട്ട് അടിച്ചിട്ടാണല്ലോ കളിക്കുക. അപ്പോൾ അവർ അങ്ങനെ കളിക്കുമ്പോൾ ഈ ആർച്ചിലുള്ള ടോയ്സൊക്കെ ചലിക്കാൻ തുടങ്ങും. അപ്പോൾ കുട്ടികൾ അതൊക്കെ നോക്കും. കളർഫുള്ളാണല്ലോ. അതുപോലെ തന്നെ അവരുടെ ഫേസ് ആ സെൻറ്ററിൽ വന്നിട്ടുള്ള മിററിൽ കാണുമ്പോഴും അവർക്ക് ഭയങ്കര സന്തോഷമായിരിക്കും. എന്താണെന്നുള്ള ഒരു ആളെ കാണുന്ന പോലെ തന്നെ
അല്ലേ, അപ്പോൾ അവർ ചിരിക്കാനായിട്ട് ശ്രമിക്കും. അതുപോലെ ആ പിയാനോ ബട്ടണിൽ ഇവരെ കാലുകൾ ചെന്ന് തട്ടുമ്പോൾ പല റേഞ്ചിലാണ് അതിൻ്റെ വോയിസ് അഡ്ജസ്റ്റ്മെൻ്റ് ഉള്ളത്. അപ്പോൾ പിയാനോയുടെ പാട്ടും കൂടെ കേൾക്കുമ്പോൾ അവർ വോയിസിനോടും പ്രതികരിക്കുകയാണ്. അപ്പോൾ കുട്ടികളുടെ ചെവി, അവരുടെ എന്താ പറയുക, ഏർലി സ്റ്റേജ് ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടും ഒക്കെ ഈ ഒരു ജിം മാറ്റ് വളരെ ഹെൽപ്ഫുള്ളാണെന്ന് കേട്ടോ എനിക്ക് തോന്നിയിട്ടുള്ളത്. മോൻ കിടന്ന് കളിക്കുന്നുണ്ടില്ലേ, മോൻ ഭയങ്കര ഉഷാറാണ്. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ആ വാട്ടർ പ്ലേ മാറ്റും ഇതും ഒക്കെ കുട്ടികളുടെ ഹെഡ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഒരു ഫ്ലാറ്റ് ഹെഡ് സിൻഡ്രോം ഇല്ലാണ്ടാക്കാനും കൂടിയിട്ട് ഇത് വളരെ ഹെൽപ്ഫുള്ളാണ് ഈ മാറ്റുകൾ. മൂന്നാമത്തെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഈ കാണുന്ന ബൗൺസിങ് ചെയറാണ് കേട്ടോ. ഈ ബൗൺസിങ് ചെയർ നമുക്ക് വളരെ യൂസ്ഫുൾ തന്നെയാണ്. ചില സമയത്ത് കുട്ടികൾ ഭയങ്കര വാശിയായിരിക്കും, തീരെ ബെഡിൽ കിടക്കില്ല, എപ്പോഴും നമ്മൾ എടുക്കണം, അങ്ങനത്തെ ഒക്കെ ഒരു അവസ്ഥ വരുമ്പോൾ നമുക്കാണെങ്കിലും നമ്മളും ഫ്രീ അല്ലാതെ ഇരിക്കണ പോലത്തെ ഒരു അവസ്ഥ, കാരണം നമ്മുടെയും അവസ്ഥ വളരെ ടയേർഡായിരിക്കുമല്ലോ ചില സമയങ്ങളിൽ. അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ എവിടെയാണോ ഇരിക്കുന്നത്, ഇപ്പോൾ ഹാളിലൊക്കെ ഇരുന്ന് നമുക്ക് ഇരിക്കുകയൊക്കെ ആണെങ്കിൽ അതിൻ്റെ തൊട്ടടുത്ത് നമുക്ക് കുഞ്ഞിനെ താഴെ ഫ്ലോറിൽ ഇത് കൊണ്ടുവച്ചിട്ട് അതിൽ ഇരുത്തി കൊടുക്കുക. ഇതുപോലെ ചെയ്ത് ഈ മ്യൂസിക്കും കൂടെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ കുട്ടികൾക്ക് നമ്മളെ കാണാം, നമ്മുടെ സ്മെല്ല് കേൾക്കാം, അവരും ഹാപ്പി ആയിട്ട് അതിലിരിക്കും. വേണമെങ്കിൽ അതിൽ കിടന്ന് ഉറങ്ങുകയും ചെയ്യും കേട്ടോ. ഇതും വളരെ ഹെൽപ്ഫുള്ളായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതുപോലെ തന്നെ അവർ കൈകാലിട്ടടിച്ച് കളിച്ചിട്ടാവുമല്ലോ അതിൽ കിടക്കുക, അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ചെയറും ഒന്ന് ഇങ്ങനെ ആടാൻ തുടങ്ങും. അപ്പോൾ ചെറുതായിട്ടൊരു ആട്ടലും കൂടെ കിട്ടുമ്പോൾ അവർക്കത് വളരെ കംഫർട്ടായിട്ട് കിടക്കാനായിട്ട് പറ്റും. വളരെ യൂസ്ഫുള്ളാണ് ഇതും. അടുത്ത പ്രോപ്പർട്ടി ആയിട്ട് വരുന്നത്, നാലാമത്തെ പ്രോപ്പർട്ടി ആയിട്ട് വരുന്നത് വിൻഡോ ഹാങ്ങിങ് ക്രാഡിലാണ് കേട്ടോ. ഇത് നമുക്ക് ഈസി ടു ക്യാരി ആണ്, എവിടെ വേണമെങ്കിലും കൊണ്ടുപോകാം. അതുപോലെ തന്നെ നമുക്കിപ്പോൾ ആണുങ്ങളെ തന്നെ ആശ്രയിച്ചിരിക്കേണ്ട, നമ്മളുടെ എന്താ പറയുക, മുകളിൽ ഹുക്കിൽ ഹാങ് ചെയ്യണം, അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊന്നും വേണ്ട. നമുക്കായാലും കുട്ടികൾക്ക് പോലും ഇത് ഹാങ് ചെയ്യാൻ ഈസിയാണ്. നമ്മളുടെ ജനൽ അഴികളിലാണ് നമ്മളിത് ഹാങ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. നമ്മളിപ്പോൾ താഴെയാണ്, ഫ്ലോറിലാണ് നമ്മൾ കിടക്കാൻ ഉദ്ദേശിക്കണമെങ്കിൽ, കുട്ടിയുടെ അമ്മയോ അമ്മൂമ്മയോ കിടക്കാൻ ഉദ്ദേശിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ജനലിൻ്റെ ഏറ്റവും താഴെയുള്ള കമ്പിമലായാലും ഇത് ഹാങ് ചെയ്തിടാം. അപ്പോൾ ഈ കുട്ടിയുടെ ക്രാഡിലിൻ്റെ ഹൈറ്റ് ഏകദേശം നമുക്ക് കയ്യെത്തണ പോലെയുള്ള ദൂരത്ത് വരും. അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. മാത്രമല്ല ഈ ക്രാഡിലിനെ കവർ ചെയ്തുകൊണ്ട് ഒരു നെറ്റും ഉണ്ട്, കുട്ടികളെ കൊതുകൊന്നും കടിക്കില്ല. അപ്പോൾ അതും വളരെ യൂസ്ഫുള്ളാണ്. അടുത്ത പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഹൈ കോൺട്രാസ്റ്റ് ഫ്ലാഷ് കാർഡാണ്. ഇത് നമുക്ക് ന്യൂബോൺ ബേബീസിന് ആദ്യമേ തൊട്ട് ഇത് യൂസ് ചെയ്യാം കേട്ടോ. ഇതുപോലെ കുറേ കാർഡ്സ് ഉണ്ടായിരിക്കും, അതിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഇമേജസ് ആണ് ഉള്ളത്, രണ്ട് വശത്തും ഉണ്ടായിരിക്കും കേട്ടോ. അതായത് ന്യൂബോൺ ബേബീസിന് ബ്ലാക്ക് ആൻഡ് വൈറ്റ് കളറായിരിക്കും ആദ്യം അവർ തിരിച്ചറിയാനായിട്ട് അവർക്ക് പറ്റുള്ളൂ എന്ന് പറയുന്നത്. അപ്പോൾ അതുപോലെ അതിൽ 2-3 വൂഡൻ ഇതുപോലെയുള്ള സാധനങ്ങൾ ഉണ്ടായിരിക്കും. അതിൽ നമ്മൾ കാർഡ് ഇതുപോലെ ഫിറ്റ് ചെയ്തിട്ട് കുട്ടികൾക്ക് നമുക്ക് കാണിച്ചു തുടങ്ങാം. അതായത് ന്യൂബോൺ ബേബീസിന് ഫസ്റ്റ് തൊട്ടേ നമുക്ക് ഇത് കാണിച്ചു കൊടുക്കാമെന്നാണ് പറയുന്നത്. അത് അവരുടെ വിഷ്വൽ ഡെവലപ്മെൻറ്റിനും അതുപോലെ തന്നെ ബ്രെയിൻ ഡെവലപ്മെൻറ്റിൻ്റെ ഇമ്പ്രൂവ്മെൻറ്റിനൊക്കെ വളരെ ഹെൽപ്ഫുള്ളായിട്ടുള്ള കാര്യങ്ങളാണ്. അടുത്ത പ്രോപ്പർട്ടി കുഞ്ഞുങ്ങൾക്കുള്ള ബേബി ബാത്ത് ടബ് സീറ്റ് സപ്പോർട്ടറാണ് കേട്ടോ. ഇതുപോലെ കുഞ്ഞുങ്ങളെ നമുക്ക് കിടത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ വെളിച്ചെണ്ണ തേച്ച് കുളിപ്പിക്കുകയോ ഒക്കെ ചെയ്യാം. വെളിച്ചെണ്ണ തേക്കാനായിട്ട് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ എല്ലാതും വെളിച്ചെണ്ണ തേച്ച് കുളിപ്പിക്കാനൊക്കെ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. ഇതിൻ്റെ ബാക്ക് സൈഡിൽ ഇതുപോലെയുള്ള സ്റ്റാൻഡ് അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് ഫ്ലാറ്റ് ആയിട്ടും വെക്കാം, അല്ലെങ്കിൽ ഈ സ്റ്റാൻഡ് വെക്കുകയാണെങ്കിൽ ജസ്റ്റ് ഒന്നിങ്ങനെ ഒരു ചെയർ പോലെ ഇരിക്കുകയും ചെയ്യും. അങ്ങനെ വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ. ഇതും യൂസ്ഫുള്ളായിട്ടുള്ള ഒരു കാര്യമാണ്. നമുക്ക് വേറെ ഒരാളുടെ ഹെൽപ്പില്ലാണ്ട് കുട്ടികളൊക്കെ ഇപ്പോൾ വെളിച്ചെണ്ണ തേച്ച് കുളിപ്പിക്കുമ്പോൾ കയ്യിൽ നിന്ന് വഴുതി പോകാനുള്ള ചാൻസ് ഉണ്ടല്ലോ, അതൊക്കെ ഇല്ലാതിരിക്കാനും ഇത് വളരെ യൂസ്ഫുള്ളാണ്. അതുപോലെ തന്നെ ഇതും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ് കേട്ടോ. നമ്മുടെ ബ്രസ്റ്റ് മിൽക്ക് ഇങ്ങനെ പമ്പ് ചെയ്ത് ഈ ബോട്ടിൽ നമുക്ക് കളക്ട് ചെയ്യാനായിട്ട് പറ്റും. ചില സമയങ്ങളിൽ നമ്മൾ ഡെലിവറി കഴിഞ്ഞിട്ടുള്ള ലേഡീസിന് ഓവറായിട്ട് മിൽക്ക് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അതുപോലെ കുഞ്ഞ് ചിലപ്പോൾ കുഞ്ഞിൻ്റെ ആവശ്യം കഴിഞ്ഞിട്ടുണ്ടാവാൻ ചാൻസ് ഉണ്ട്. അല്ലെങ്കിൽ കുഞ്ഞ് ചിലപ്പോൾ നിപ്പിളിനോട് അഡ്ജസ്റ്റ് ആവാതെ വലിക്കാൻ പറ്റാതെയൊക്കെ വരുമ്പോൾ നമ്മുടെ നിപ്പിൾ ഉള്ളിലേക്ക് പോയ ഒരു സാഹചര്യം വരുമ്പോൾ അതിനൊക്കെ പറ്റിയ നല്ല ഒരു എക്സർസൈസാണ് ഇത്. നമ്മുടെ നിപ്പിളിൽ ഫിറ്റ് ചെയ്തിട്ട് നമുക്ക് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പാലതിലേക്ക് വരും കേട്ടോ. പണ്ടൊക്കെ ആണെങ്കിൽ എൻ്റെയൊക്കെ കാലഘട്ടത്തിലാണെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള സകലരും ഞെക്കി പിഴിഞ്ഞ് ഒട്ടൊക്കെയാണ് നിപ്പിളിന് എക്സർസൈസ് ചെയ്തിരുന്നത്. അന്ന് ഒരുപാട് വേദന നമ്മൾ സഹിച്ചിരുന്നു. ഇതൊക്കെ ആകുമ്പോൾ വളരെ സിമ്പിളാണ്. നമുക്കാണെങ്കിലും ഡെലിവറി കഴിഞ്ഞ ലേഡിക്കാണെങ്കിലും തന്നെയാണെങ്കിലും അത് അങ്ങനെ ചെയ്യാം കേട്ടോ, എക്സർസൈസ് ചെയ്യുക. മാത്രമല്ല ആ കളക്ട് ചെയ്തിട്ടുള്ള മിൽക്ക് നമുക്ക് കുഞ്ഞിന് കൊടുക്കുകയും ചെയ്യാമല്ലോ.
അങ്ങനെ ഒരു ഉപകാരമുണ്ട്. പിന്നെ ഇതാ ഈ കാണുന്നതാണ് ബേബി നെയിൽ കട്ടറാണ് കേട്ടോ. നെയിൽ കട്ടർ എന്ന് പറയുമ്പോൾ അതിൽ കട്ടറിനായിട്ട് കട്ട് ചെയ്യാനായിട്ട് ബ്ലേഡ് അല്ല അതിനെ ഫിറ്റ് ചെയ്യണത്, അതൊരു തരം ബട്ടൺസ് പോലെയുള്ളതാണ്. നമ്മൾ ട്രിമ്മറാണത് കേട്ടോ. അത് ശരിക്കും നമ്മുടെ ടോയ് കാറുകളുടെ ടയർ പോലെയാണ്, ഇങ്ങനെ ബ്രഷും അല്ല കേട്ടോ. അപ്പോൾ അത് നമ്മൾ കുട്ടികളുടെ നഖത്തുമ്മൽ ഇതുപോലെ ട്രിം ചെയ്യുമ്പോൾ കുട്ടികളുടെ ആ നഖം ഇങ്ങനെ പതുക്കെ മിനുസപ്പെടുത്താനായിട്ട് പറ്റും. അത് അഡ്ജസ്റ്റബിൾ ആണ്. 4 ഓളം ബട്ടൺ ഉണ്ട്. അത് കുട്ടികളുടെ നഖത്തിൻ്റെ കാഠിന്യം അനുസരിച്ച് അവരുടെ വളർച്ചയ്ക്കനുസരിച്ച് യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. അതുപോലെ അതിൽ അഡ്ജസ്റ്റ്മെൻറ്റുകളുണ്ട്, സ്പീഡ് കൂട്ടാനും കുറയ്ക്കാനും. അതുപോലെ നമുക്ക് നന്നായിട്ട് കാണാനായിട്ട് അത് പ്രസ് ചെയ്യുമ്പോൾ അതിലൊരു ലൈറ്റും കൂടെ കാണും. നമ്മുടെ കുട്ടികളുടെ നഖം വളരെ വ്യക്തമായിട്ട് കാണാനും പറ്റും കേട്ടോ. പിന്നെ ഇതുപോലെയുള്ള ടർക്കികൾ നമുക്ക് എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ കുഞ്ഞിനെ ഡ്രസ്സ് ഇട്ടതിന് ശേഷം ഇതിലൊന്ന് പാക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുട്ടി വളരെ സേഫായിട്ട് ഇതിനകത്ത് ഇരിക്കും. ഈ കാണുന്നത് മോസ്കിറ്റോ നെറ്റാണ് കേട്ടോ. കുഞ്ഞുങ്ങൾക്കുള്ള മോസ്കിറ്റോ നെറ്റാണ്. പണ്ടത്തെ നെറ്റ് പോലെയല്ല. പണ്ടത്തെ നെറ്റ് പെട്ടെന്ന് കീറും, പെട്ടെന്ന് കേടാവും, കമ്പി വളയൊക്കെ ചെയ്തിരുന്നു കേട്ടോ. ഇത് ഇത്തിരിയും കൂടെ ക്വാളിറ്റിയുള്ള അതാണ്. അതുപോലെ നെറ്റും നല്ല ക്വാളിറ്റികളാണ്. പിന്നെ മാത്രമല്ല ഈ കുടയും നല്ല വലിപ്പമുണ്ട് കേട്ടോ. ഇതിൽ 1.5-2 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് കിടക്കുക. ആദ്യത്തെ കുടകൾ അങ്ങനെയല്ലായിരുന്നു. കുട്ടികൾ 10-90 ആകുമ്പോഴേക്കും കുട ചെറുതാവാറ് ഉണ്ടായിരുന്നു. ഇത് ക്രൗളിംഗ് ക്രാബാണ് കേട്ടോ. ഇത് നമ്മൾ അതിൻ്റെ ബട്ടൺ ഓൺ ആക്കിയിട്ട് ഇതുപോലെ ഫ്ലോറിൽ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മൂവ് ചെയ്യും. അതുപോലെ അതിനകത്ത് മ്യൂസിക് ഉണ്ട് കേട്ടോ. ഇത് അധികവും നമ്മൾ ടമ്മി ടൈമിങ്ങിൻ്റെ സമയത്ത് കുട്ടികൾക്ക് കൊടുക്കണതാണ്. അവർ അതുപോലെ അതിൻ്റെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള മൂവ്മെൻറ്റ് വാച്ച് ചെയ്യും, അതിൻ്റെ ശബ്ദത്തോട് പ്രതികരിക്കും. അതുവഴി കുട്ടികളുടെ ബ്രെയിനിൻ്റെ ഇമ്പ്രൂവ്മെൻറ്റിന് നല്ലതാണ്. അവരുടെ കാഴ്ചയ്ക്ക് ഇമ്പ്രൂവ്മെൻറ്റിനൊക്കെ ഇത് വളരെ ബെസ്റ്റായിട്ടുള്ള ഒരു ടോയാണ് കേട്ടോ. അതാ കണ്ടില്ലേ, പിടിച്ച് നിർത്തിയില്ലെങ്കിൽ എവിടെ വേണമെങ്കിലും ആ ക്രാബ് പോകും കേട്ടോ. പക്ഷേ സെൻസർ ചെയ്യുന്നുണ്ടോ, അതെവിടെയെങ്കിലും അതിന് ഒരു തടസ്സം ഉണ്ടെങ്കിൽ അത് സെൻസർ ചെയ്തിട്ടാണ് അത് മൂവ് ചെയ്യണത്. ഇതും ഒരു നല്ല ഓപ്ഷനാണ്. പിന്നെ ഇത് ഒന്നും വിചാരിക്കരുത് കേട്ടോ. ഇത് വീട്ടിലുള്ള സാധനങ്ങൾ ഒരു പൊങ്ങച്ചത്തിനെ കാണിച്ചതാണെന്നും കരുതരുത്. ഇത് എൻ്റെ ചേച്ചിയുടെ വീട്ടിൽ പോയപ്പോൾ മകൾക്ക് മിക്കവാറും സാധനങ്ങൾ ഗിഫ്റ്റായിട്ട് കിട്ടിയിട്ടുള്ളതാണ്. അപ്പോൾ എനിക്കൊരു ഐഡിയ തോന്നിയത് എന്താണെന്നറിയോ, പണ്ട് നമ്മൾ എവിടെയെങ്കിലും കുഞ്ഞുങ്ങൾ പ്രസവിച്ച നമ്മുടെ ഡിയർ ആൻഡ് നിയേഴ്സ് ആയിട്ടുള്ളവരുടെ വീട്ടിൽ പ്രസവമൊക്കെ നടന്നു കഴിഞ്ഞാൽ നമ്മൾ കുഞ്ഞിനെ കാണാൻ പോവുക, ഒന്നുകിൽ ഒരു ബേബി സെറ്റ് അല്ലെങ്കിൽ ഒരുപാട് പൗഡർ, സോപ്പ്, സൊല്യൂഷൻസ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കൊണ്ടായിരിക്കും നമ്മൾ പോവുക. അല്ലെങ്കിൽ കുറേ കുഞ്ഞുടുപ്പുകൾ. ഇന്ന് ഇതൊന്നും കുഞ്ഞുങ്ങൾക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റിയെന്ന് വരില്ല. കാരണം കുട്ടിക്ക് ഒരു 5-10 വയസ്സാകുന്നത് വരെയൊക്കെയുള്ള പ്രോഡക്റ്റുകൾ നമുക്ക് കിട്ടിയിട്ടുണ്ടാവും. അതൊന്നുകിൽ എക്സ്പയറി ആയിട്ടുണ്ടാവും, ഡ്രസ്സുകളൊന്നും കുട്ടികൾക്ക് കൊള്ളില്ല. അങ്ങനെ വരുമ്പോൾ ഇതാവുമ്പോൾ അങ്ങനെയല്ലല്ലോ, യൂസ്ഫുൾ ആയിട്ടുള്ള സാധനങ്ങളാണ്. നമുക്കിത് ആവശ്യം കഴിഞ്ഞാലും എടുത്തു വെച്ച് കഴിഞ്ഞാൽ ആർക്കെങ്കിലും പിന്നീട് യൂസ് ചെയ്യാൻ കൊടുക്കുകയൊക്കെ ചെയ്യാമല്ലോ. അങ്ങനെയുള്ള ഒരു കൗതുകത്തിൻ്റെ പേരിലാണ് ഞാൻ ഇത് വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചത് കേട്ടോ. പിന്നെ പൊങ്ങച്ചാണ് വീട്ടിലുള്ളത് കാണിച്ചു തരാമെന്നും വിചാരിക്കരുത്. ഇതിൻ്റെ വീട്ടിലുള്ളതല്ല, ചേച്ചിയുടെ വീട്ടിൽ പോയപ്പോൾ ഞാൻ ആ ഒരു കൗതുകത്തിൻ്റെ അല്ലെങ്കിൽ ഒരു ഇഷ്ടത്തിൻ്റെ പേരിൽ എടുത്തു എന്ന് മാത്രം കേട്ടോ. അപ്പോൾ മാത്രമല്ല, ഇനിയെങ്കിലും നമുക്കിങ്ങനെ ഗിഫ്റ്റ് ചെയ്യാൻ ഇതുപോലുള്ള ഒരു അവസരം വരാണെങ്കിൽ ഇതിൽ ഏതെങ്കിലും ഒന്ന് നമുക്ക് ഗിഫ്റ്റ് ചെയ്യാമല്ലോ. ആ ഒരു കൺഫ്യൂഷൻ വേണ്ടല്ലോ എന്നും കൂടിയാണ് കേട്ടോ ഞാൻ കരുതിയത്. അതുപോലെ തന്നെ ഇനിയിപ്പോൾ കാരണം ആർക്കെങ്കിലും തോന്നണോ, പിന്നെ ഇതാണ് ഇപ്പോൾ ഇത്ര വലിയ കാര്യം, പണ്ടൊക്കെ ഇതൊക്കെ ഉണ്ടായിട്ടാണ് നമ്മൾ മക്കളെ വളർത്തിയത് എന്ന് ചോദ്യം വരാം. അതല്ല, തീർച്ചയായും അല്ല. ഞാനൊക്കെ എൻ്റെ മദർഹുഡ് വളരെ സഫർ ചെയ്തിട്ടാണ് ഞാനൊക്കെ വന്നിട്ടുള്ളത്. ആ ഒരു കാലഘട്ടമല്ലല്ലോ ഇപ്പോഴത്തെ അമ്മമാർക്ക്. അപ്പോൾ എല്ലാ കാലഘട്ടത്തിൻ്റെയും അതിൻ്റേതായ ഗുണങ്ങളുണ്ട് നമുക്ക്. ഇപ്പോൾ നമ്മുടെ പൂർവികരുടെ കാലം നമുക്കറിയാലോ. നമ്മൾ വായിച്ചു കേട്ടിട്ടുള്ള അറിവ് പ്രകാരം നാണം ഇല്ലാതെ നഗ്നരായി ജീവിച്ചിരുന്ന ഒരു പൂർവികരുടെ കാലഘട്ടം ഉണ്ടായിരുന്നു. പിന്നീട് അവർ നഗ്നത മറയ്ക്കാൻ ഇലകൾ യൂസ് ചെയ്തു, തുകലുകൾ യൂസ് ചെയ്തു. ആ കാലഘട്ടത്തിൽ നിന്ന് ഇന്ന് നമ്മൾ നമ്മുടെ ചുമരുമലൊന്ന് തൊട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആകെ പ്രകാശപൂരിതമായ ഒരു ലോകത്ത് ഇരിക്കണം. മാത്രമോ ലോകം മുഴുവൻ നമ്മുടെ വിരൽത്തുമ്പിലല്ലേ. അപ്പോൾ അതിനനുസരിച്ചുള്ള കാര്യങ്ങളൂടെ കടന്നു പോവാം എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. പണ്ടാരോ പറഞ്ഞിട്ടില്ലേ, ആവശ്യങ്ങളുടെ പിതാവാണ് കണ്ടുപിടുത്തങ്ങൾ എന്ന്. അപ്പോൾ അന്ന് പണ്ട് ഓരോരുത്തരും ഓരോന്ന് ഇങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ അത് വളരെ ഉപകാരമായിരിക്കുമല്ലോ, അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ അത് നല്ലതായിരിക്കുമല്ലോ എന്നൊക്കെ ആഗ്രഹിച്ചതിൻ്റെ അല്ലെങ്കിൽ ആവശ്യപ്പെട്ടതിൻ്റെ ഒക്കെ അടിസ്ഥാനത്തിലാണ് പിന്നീട് മറ്റൊരു ഉപകരണം, അതിനോട് ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റാവുന്ന പല ഉപകരണങ്ങളും വന്നത്. അപ്പോൾ അതുപോലെ യൂസ്ഫുള്ളായത് നമുക്ക് ഹാംഫുൾ അല്ലാത്ത കാര്യങ്ങൾ നമുക്ക് ചെയ്യാമെന്നാണ് കേട്ടോ. വീണ്ടും ഞാൻ ഓർമ്മപ്പെടുത്താണ്, കുഞ്ഞുങ്ങളുടെ കാര്യങ്ങൾ നമ്മുടെ സൂപ്പർവിഷനിലായിരിക്കണം. കുഞ്ഞുങ്ങളെ തെറ്റായ രീതിയിൽ ഒന്നും നമ്മൾ ചെയ്യരുത് കേട്ടോ. ഇത് ജസ്റ്റ് എനിക്ക് കൗതുകം തോന്നിയപ്പോൾ ഞാൻ കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടമായി തന്നെയാണ് കേട്ടോ എൻ്റെ വിശ്വാസം. എങ്കിലേ വീഡിയോ ഒന്ന് കാണണം, സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. ഇതുപോലെയുള്ള മറ്റു വീഡിയോകളിലൂടെ നമുക്ക് ഇനിയും കാണാം. അതുവരേക്കും ചിൽഡ്രൻ ടേക്ക് കെയർ. ബൈ.